എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും റവയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ ഹെൽത്തിയാണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്കിതിനകത്ത് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതാ ഒരു ക്യാരറ്റാണ്. അപ്പോൾ 125 ഗ്രാമാണ് കേട്ടോ നമുക്ക് ക്യാരറ്റ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ക്യാരറ്റിന് നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 കപ്പ് റവയാണ്, അതേപോലെ തന്നെ 1/2 കപ്പ് മിൽക്കും, പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ. അത്രയാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലൊരു ജാർ, മിക്സീൻ്റെ ജാർ എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക്, ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് എനിക്ക് ഇതിനകത്ത് അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അത് ചെറുതായതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ട്രിപ്പായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ഇപ്പം റവേൻ്റെ പകുതി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ പഞ്ചസാരേൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ പാലെടുത്ത് വെച്ചേക്കുന്നതിൻ്റെ അതും ഒരു പകുതി നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഞാൻ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഫൈനായിട്ടതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇനി എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ ഒരു ക്യാരറ്റിൻ്റെ വെള്ളവും നമ്മുടെ ആ പാലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു വന്നോളൂ. എന്നിട്ട് നമുക്ക് ഇനി ഇത് ഒരു ബൗളിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരിക്കുന്നത് കേട്ടോ. അപ്പം ചില പീസുകളൊക്കെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ എല്ലാം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് മുഴുവനും ഒന്ന് ഇതിനകത്തുനിന്ന് വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് വേവാതൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലുതായിട്ട് കിടക്കുന്നത്, ചെറുതാണെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല, അത് വെന്തോളും. അപ്പോൾ വലിയ പീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. കാരണം ആ ഒരു റവ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത റവയാണ് എടുക്കേണ്ടത്. വറുത്ത റവയാണെങ്കിലാണ് ഇത് കുറച്ചും കൂടെ ഒന്ന് നന്നായി വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ഒട്ടി പിടിക്കുന്ന പോലെ ആയി വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും, പിന്നെ ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വിനാഗർ. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോഴത്തേക്ക് നമ്മളിത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ ആയിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ഇതൊന്നും എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം കേട്ടോ. അതായത് റിഫൈൻഡ് ഓയിൽ ഏതായാലും ഒഴിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കരുത്, ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ആ ഒരു സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയോ, ഈ ഒരു എണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ആ ഒരു സൺഫ്ലവർ ഓയിൽ. പക്ഷേ അത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ തിരക്ക് കാരണം അത് കുറച്ച് ഓയിൽ പുറത്തേക്ക് ചാടി പോയിട്ടുണ്ട്, പക്ഷേ സാരമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു സ്പാച്ചുലയും കൂടെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇപ്പം ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഓയിലൊന്നും മുകളിൽ പൊന്തി നിൽക്കുന്നില്ല, എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറും, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ള് ഉപ്പാണ് കേട്ടോ. ഏകദേശം ഒരു 1 പിഞ്ച് അത്രയും മതി. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടിയും കൂടെയാണ്. നമ്മളിതിനകത്ത് വേറെ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏലക്കായൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഏലക്കായൻ്റെ ഒരു ഫ്ലേവറും നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടും കൂടെയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വിസ്ക് മാത്രം മതി കേട്ടോ, നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ മരത്തിൻ്റെ ചട്ടകമൊക്കെ ആണെങ്കിലും മതി കേട്ടോ. നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കേക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇതാ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ലൂസായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് എക്സ്ട്രാ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് അവിടെ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്. ഇനിയിപ്പം നമ്മൾ സ്റ്റൗവിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു പാത്രം നമ്മൾ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി നമുക്കൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പാകത്തിന് ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ
നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബട്ടർ പേപ്പറിൻ്റെ ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്ക് തട്ടിക്കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബട്ടർ പേപ്പർ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ടാണെങ്കിൽ, മീൻസ് അലുമിനിയം ഒന്നും മാത്രമേ പറ്റുള്ളൂ, സ്റ്റീലൊന്നും പറ്റൂല കേട്ടോ. അത് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ആ ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനാഗറാണ് കേട്ടോ, അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എഗ്ഗ് യൂസ് ചെയ്യുന്നിട്ടില്ല, തൈര് യൂസ് ചെയ്തിട്ടില്ല, അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു വിനാഗർ ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നേരെ ആ ഒരു കേക്ക് ടിന്നകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ആറഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ, അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കടിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് വളരെ തിന്നായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഇനി കുറച്ച് എള്ളും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു താമസം ഉണ്ടാവും ഇതൊന്ന് കുക്കാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ നല്ല അടച്ചുറപ്പുള്ളൊരു അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു റിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് ആണെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കമഴ്ത്തിയിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു കേക്കിൻ്റെ ടിന്ന് ഇറക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതുപോലത്തെ പ്ലേറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിങ്ങോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റാൻഡ് ആണെങ്കിലും മതി, നമുക്ക് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ മണൽ ഇടണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനും മണലിടാതെയാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ഉപ്പിടുന്നവരുണ്ട്, മണലിടുന്നവരൊക്കെ ഉണ്ട്, അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു 35-40 മിനിറ്റ് എന്തായാലും വേണം ഇതുപോലെയും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ അടുപ്പത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു ടൂത്ത് പീക്കോ എന്തെങ്കിലും ഇതുപോലൊരു സ്ക്വയർ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, കാരണം ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിപ്പം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. കാരണം ചൂടോടുകൂടി തന്നെ കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ പൊട്ടിപ്പോവുള്ളൂ. കാരണം നമ്മൾ ഒന്നാമത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ എവിടെ അടിഭാഗം കരിയോ ഒന്നും ആയിട്ടില്ല, ഇത് ബട്ടർ പേപ്പർ പോലെ തന്നെ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ആ ഒരു കോട്ടിങ് കൊടുത്ത മൈദയാണ് ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നത്, അല്ലാതെ വേറെ ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു കേക്കിന് വന്നിട്ടില്ല. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട, ഇതുപോലെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് പൊന്തിയൊന്നും വരത്തില്ല, കാരണം നമ്മളിതിനകത്ത് മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. അപ്പം വറുത്ത റവ തന്നെ വേണം നമുക്ക് ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്, വറക്കാത്ത റവ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാ ഭാഗവും നല്ലപോലെ കുക്കായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ, കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഇനിയിപ്പോൾ ഏലക്കപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസ്, ഒരു 1/2 ടീസ്പൂണോളം പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫ്ലേവറൊക്കെ മാറ്റി കൊടുത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.